എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത ഏത്തപ്പഴമൊക്കെ വീട്ടിലിരുന്നാൽ കുട്ടികൾക്കായാലും വീട്ടിൽ മുതിർന്നവർക്കായാലും അത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏത്തപ്പഴമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വായോ, നമുക്കത് വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇഫ്താർ ടൈമിലെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, ഒരു കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഇത്രയും ചേർത്ത് ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. അതിനകത്ത് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഒന്ന് നുറുക്കി ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ഏത്തപ്പഴമാണ് ചേർത്തിരിക്കുന്നത്. ഏത്തപ്പഴം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയും ചേർത്ത് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടിയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നിങ്ങൾ പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശ ബാറ്ററുകൾ കൊണ്ട് ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ദോശകൾ തയ്യാറാക്കി എടുക്കണം. ദോശകളും തയ്യാറാക്കി മാറ്റി വെച്ച ശേഷം നമുക്കിനി ഒരു കൂട്ടുകൂടി തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട, 1/2 കപ്പ് പാല്, ഒരു നുള്ളുപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശ ഈ മുട്ടയുടെ കൂട്ടിൽ മുക്കി നമ്മുടെ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ രണ്ട് ദോശകൾ വെച്ചിട്ടാണ് ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആദ്യം 2 ദോശ മുട്ടയിലേക്ക് മുക്കി പാനിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി കുറച്ച് അതിൻ്റെ മുകളിൽ ഇടാം. ഇനി വീണ്ടും 2 ദോശ മുട്ടയുടെ ബാറ്ററിൽ മുക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. വീണ്ടും പഴത്തിൻ്റെ കൂട്ട് വെച്ചു കൊടുക്കുക. ഇതിങ്ങനെ നമ്മുടെ ദോശയും അതുപോലെ പഴത്തിൻ്റെ കൂട്ടും തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ബാലൻസ് വരുന്ന ആ മുട്ടയുടെയും പാലിൻ്റെയും കൂട്ടുകൂടി അതിനകത്തേക്ക് ഒഴിച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടതിന് ശേഷം വീണ്ടും അതേ പാത്രത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മുകൾ ഭാഗവും കൂടി വെന്ത് വരും. ഇത് നന്നായിട്ട് ഒരു 2-3 സെക്കൻഡ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് സെർവ് ചെയ്യുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.